ഹായ് ഫ്രണ്ട്സ്, അതേ ഞാൻ വീണ്ടും വന്നു. നല്ല അടിപൊളി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ? അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തും എള്ളും എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇച്ചിരി അരിയൊക്കെ വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനിതേ പച്ചരി 2 ഗ്ലാസ് പച്ചരി എടുത്ത് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വാരി വെച്ച പച്ചരിയാണ് കേട്ടോ. വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. പിന്നെ ഒരു 5-6 മൈസൂർ പഴമില്ലേ, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കിലോ ശർക്കര ഇതേപോലെ ഉരുക്കി അതിൻ്റെ കല്ലും മണ്ണുമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ വേണം. പിന്നെ ഒരു 5-6 ഏലക്ക ഇതേപോലെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നല്ലൊരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് അരി ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരി അരയ്ക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ശർക്കര ഉരുക്കിയതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ അരിയെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ച പഴം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക തൊലിയൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് കണ്ടോ, വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ശർക്കര എടുക്കുമ്പം നല്ല ബ്രൗൺ കളറുള്ള ശർക്കര എടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല കളറായിരിക്കും. അപ്പം ഞാനിതേ അരച്ച് വെച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ശരിയായിട്ട് ക്രമീകരിക്കാനായിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. നല്ലോണം ഉണങ്ങിയ തേങ്ങാക്കൊത്താവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മൂത്ത് വരും. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ, കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി മാറ്റി വെച്ചു. ഇപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര തന്നെ ഉള്ളൂ താമസം, വേറെ താമസങ്ങളൊന്നുമില്ല. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു 2 മണിക്കൂർ അടച്ചു വെച്ചു. അതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ കാരയെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇതേപോലെ നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ കുറേശ്ശെ കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കോരി ഒഴിക്കുന്ന വീഡിയോ ഒക്കെ എവിടെ പോയെന്നറിയത്തില്ല. ഏതായാലും ഞാൻ ഒരു 8-9 കണ്ട് ഇതിനകത്ത് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറല്ലേ. അപ്പോൾ അതെല്ലാം തിരിച്ചിട്ടു. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പവും ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഞാൻ എല്ലാ ഉണ്ണിയപ്പവും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പം ഞാനൊരു വേറൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുത്തിരിക്കുകയാണ്. വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി കൊടുത്താട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് കഴിക്കാം. പിന്നെ ഇതേപോലെ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.